സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്ലോട്ടിംഗ് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് ആദ്യം വേണ്ടത് ഈ ചെറിയ തട്ടാണ്. ഈ ചെറിയ തട്ടിൽ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. വളരെ സാവധാനം ഒഴിച്ചു കൊടുക്കണം. ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ ഇഡ്ഡലികൾ കാണാൻ നല്ല സ്വാദും കൂടിയാണ്. ആദ്യം ഈ ചെറിയ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ക്ഷമ വേണം. അതിനുശേഷം ഇനി കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് ഈ ഇഡ്ഡലി നമുക്ക് വേവിച്ചെടുക്കാം. ഇഡ്ഡലി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഈ വെന്ത ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ ചെറിയ ഇഡ്ഡലി കൊണ്ട് പല രീതിയിലും വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് അതിൽ ഒന്ന് മാത്രമാണ്. ഇത് മാറ്റി വെക്കാം. ഇനി ബാക്കി എന്താണ് വേണ്ടത് എന്ന് നോക്കാം. അരമുറി തേങ്ങയുടെ പകുതി, അര കപ്പ് തൈര്, 1 ടീസ്പൂൺ ഉപ്പ്, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി മുറിച്ചത്, ഒരു 5-6 ചെറിയ ചുവന്നുള്ളി. ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയുമിട്ട് 1/4 കപ്പ് വെള്ളമൊഴിച്ചാണ് അരച്ചെടുക്കേണ്ടത്. നന്നായി അരച്ചെടുക്കണം. നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. വേറെ പാത്രത്തിലേക്ക് അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. തൈരും ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം വേവിച്ച് മാറ്റിവെച്ച ഇഡ്ഡലികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നോക്കൂ, ചെറിയ ഇഡ്ഡലിയാണ്. ഇനി ഇത് വറുത്തിടാം. വറുത്തിടാൻ ആവശ്യമായ സാധനങ്ങൾ: എണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില. പാൻ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി വെച്ച ഇഡ്ഡലിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറിയിടാം.
ഫ്ലോട്ടിംഗ് ഇഡ്ഡലി റെഡിയായി. ഇഡ്ഡലി ആയതുകൊണ്ടും തൈര് ഇതിലുള്ളതുകൊണ്ടും ഹെൽത്തി ആയ വിഭവം തന്നെയാണിത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.